നമസ്കാരം, ഞാൻ ദിനേശാണ്. എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ കയ്യിലൊരു അടീനിയ ഉണ്ടാവും കേട്ടോ. ഇന്ന് അടീനിയത്തെക്കുറിച്ച് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. അങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക് തയ്യാറാക്കുന്ന ആളാണ്. ജൈവ വൈവിധ്യ പാർക്ക്. അതായത് നിങ്ങളുടെ സ്കൂളുകൾ, പ്രധാനമായിട്ട് സ്കൂൾ കോളേജുകളിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് പറഞ്ഞാൽ വിവിധ പൂക്കളും ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം വരുന്ന ചെടികൾ വെക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന് പ്രധാനം എന്ന് പറയുന്നത് പൂമ്പാറ്റകളും തേനീച്ചകളും കിളികളും ധാരാളം വരുന്ന ഒരു ഉദ്യാനം തയ്യാറാക്കുക. അതോടൊപ്പം 10ഓളം മറ്റ് വിഭാഗങ്ങളും അതിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ സ്കൂളുകളിൽ തയ്യാറാക്കുന്ന ഈ ജൈവ വൈവിധ്യ പാർക്കിലെ പ്രധാന ഘടകമായ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. എൻ്റെ മകൻ അത് ഏകദേശം 27-30 ചെടികൾ തയ്യാറാക്കിയതിന് QR കോഡ് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ ഗാർഡൻ്റെ. എന്താ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉദ്യാനത്തിലേക്ക് വീട്ടുകാരായും വിരുന്നുകാരായും വരുന്ന ധാരാളം ശലഭങ്ങളുണ്ട്. ആ ശലഭങ്ങളെ നമ്മളെ വീട്ടുപരിസരത്ത് അല്ലെങ്കിൽ വിദ്യാലയ പരിസരത്ത് തന്നെ നിലനിർത്തിയിട്ട് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ വിവിധ വർണ്ണ വിസ്മയങ്ങൾ വിതറിച്ചേർത്തിരിക്കുന്ന ചിറകുകളോടുകൂടിയ ഈ ശലഭങ്ങളെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കാനും കുട്ടികൾക്ക് അവയോടുള്ള ഇഷ്ടം കൂട്ടാനും വേണ്ടിയിട്ട് നല്ലൊരു ശലഭോദ്യാനം തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. എന്താണ് ഒരു ശലഭോദ്യാനം തയ്യാറാക്കാൻ വേണ്ടത് എന്നുള്ള കാര്യം പറയാം. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശലഭോദ്യാനത്തിന് വേണ്ടത്. ഒന്ന് ശലഭങ്ങളെ ആകർഷിക്കുന്ന സസ്യങ്ങളും, ഒന്ന് ശലഭങ്ങളുടെ ലാർവാ സസ്യങ്ങളും. ആ സസ്യത്തിൽപ്പെട്ട ഒരു പ്രധാന സസ്യമാണ് നമ്മളുടെ അടീനിയം. ഈ അടീനിയത്തിൽ വന്നിരിക്കുന്ന പുഴു പ്യൂപ്പയായി നല്ല ശലഭമായി മാറി നമ്മളെ വിദ്യാലയത്തിലും വീടുകളിലൊക്കെ പാറി നടക്കും. അപ്പോൾ ഇത് അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഏതെങ്കിലും സ്കൂളിലെ അധ്യാപകർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ ശലഭോദ്യാനം മാത്രം തയ്യാറാക്കണമെങ്കിൽ അല്ലെങ്കിൽ ജൈവ വൈവിധ്യ പാർക്ക് തയ്യാറാക്കണമെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഈ ശലഭോദ്യാനം ജൈവ വൈവിധ്യ പാർക്കിലെല്ലാം ഞങ്ങൾ എല്ലാം ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ അല്ലെങ്കിൽ ശലഭോദ്യാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുഴിച്ചിട്ട ചെടികളിൽ സ്ഥാപിച്ച ഒരു സ്റ്റിക്കറിന്റെ മുകളിൽ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. ആ QR കോഡ് നിങ്ങളുടെ മൊബൈൽ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്തെടുത്താൽ ആ ചെടിയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരം നിങ്ങളുടെ മൊബൈലിൽ തെളിയും. അതുകൂടാതെ ആ ചെടിയിൽ വരുന്ന ശലഭം ഏതാണോ, ആ ശലഭത്തിൻ്റെ പേര്, ആ ശലഭത്തിൻ്റെ മറ്റു വിശദ വിവരങ്ങൾ, വിക്കിപീഡിയയിലേക്കുള്ള ലിങ്ക്, പിന്നെ ആ ചെടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്ന തരത്തിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാവുമ്പോൾ എന്താ വെച്ചാൽ, ഒരു അധ്യാപികയ്ക്ക് 10-20 കുട്ടികളെ ഈ ചെടികളുടെ അടുത്തേക്ക് എത്തിച്ചാൽ ആ ചെടികളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കണം എന്നല്ല, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ മനോഹരമായൊരു ശലഭോദ്യാനം. എന്തിനാ നമ്മൾ ശലഭോദ്യാനം ഉണ്ടാക്കണമെന്ന് എൻ്റെ കുട്ടികർഷകരായ കുട്ടികളോടും അധ്യാപകരോടും പറയുന്നത് എന്താ വെച്ചാൽ, ഈ ശലഭങ്ങളാണ് ഭൂമിയിൽ, ഈ ശലഭങ്ങളും തേനീച്ചകളും എല്ലാം ഉണ്ട്, പ്രധാനമായിട്ട് പറയുന്നു എന്നുള്ളൂ കേട്ടോ. ശലഭങ്ങളും തേനീച്ചകളാണ് നമ്മളുടെ ഈ പരാഗണത്തിന് നമ്മളെ നന്നായി സഹായിക്കുന്നത്. അത് നിങ്ങൾക്കറിയാലോ. ഈ പരാഗണം കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർന്നു പോകും. നമുക്ക് ആരാണ് ഈ പരാഗണം നടത്തി തരിക? രാവിലെ എണീറ്റ് പോയി മത്തലിലും കുമ്പളത്തിലും വെള്ളരിയിലും പയറുവർഗ്ഗങ്ങളിലും മറ്റു എല്ലാ പച്ചക്കറികളിലും ഒരു ബ്രഷായിട്ടെടുത്ത് നമുക്ക് പരാഗണം നടത്തേണ്ട നമ്മൾ പോയി ചെയ്യേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര എണ്ണത്തിൽ നമുക്ക് പരാഗണം നടത്താൻ സാധിക്കും ബ്രഷ് ഉപയോഗിച്ചിട്ട്? അപ്പം അതിന് സഹായിക്കുന്ന ശലഭങ്ങളെ നിലനിർത്തുക എന്നുള്ളതല്ല എല്ലാവരുടെയും ഉത്തരവാദിത്തം. ഇനി ഈ വീഡിയോ കാണുന്നവരോടൊരു ചോദ്യം, ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ടാണ്. ഈ ശലഭോദ്യാനങ്ങൾ തയ്യാറാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയുണ്ട്. അതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുട്ടികളെല്ലാവരും കമൻറ്റ് ചെയ്യുക, കുട്ടികൾ രക്ഷിതാക്കൾ കമൻറ്റ് ചെയ്യുക. അതായത് നമ്മളെ സംസ്ഥാന ശലഭമായ ബുദ്ധമയൂരി എന്ന് പറയുന്ന ഒരു ശലഭമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ബുദ്ധമയൂരി എന്ന സംസ്ഥാന ശലഭമാക്കി പ്രഖ്യാപിച്ചത്? നമ്മളുടെ നാട്ടിൽ നിന്നും അതിൻ്റെ ലാർവാ സസ്യമായ ഒരു മരം ആളുകൾ വെട്ടി നശിപ്പിച്ചു. അതുകൊണ്ട് ആ മരത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ ആ ശലഭം, ബുദ്ധമയൂരി എന്ന ശലഭത്തിന് ആഹാര സസ്യം ലഭിക്കാതെ ആയതുകൊണ്ട് ആ ശലഭം നമ്മളെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ ആ ശലഭമുള്ളൂ.
ശലഭത്തിൻ്റെ പേര് ബുദ്ധമയൂരിയാണ്. മലബാർ ബാൻഡഡ് പീക്കോക്ക്. ഈ ശലഭത്തെ നിലനിർത്താനും ഞങ്ങൾ ധാരാളം സ്കൂളുകളിൽ ബട്ടർഫ്ലൈ ഗാർഡനും ബയോഡൈവേഴ്സിറ്റി പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ബുദ്ധമയൂരിയുടെ ലാർവാ സസ്യം ഏതാണ്, അതിൻ്റെ പേര് കമൻറ്റ് ചെയ്തതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ലൊരു അഡീനിയം ചെടി ഞാൻ സമ്മാനമായി നൽകും കേട്ടോ. അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ ധാരാളം ശലഭങ്ങൾ ഉണ്ടാവട്ടെ, അതിന് വേണ്ട ചെടി കൂടി നമുക്ക് നട്ടുപിടിപ്പിക്കണം. അതിൽ ഒരു ചെടിയാണ് അഡീനിയം. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ, അടുത്ത വീഡിയോ ചെയ്യാനുള്ളതാണ് അരളിച്ചെടിയെക്കുറിച്ച്. അരളിച്ചെടി അപകടകാരിയാണ്, മരണകാരണമാണ് എന്ന പേരിൽ ധാരാളം ആളുകൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. നമുക്കതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്കൂളുകളിലോ ജൈവ വൈവിധ്യ പാർക്കോ ശലഭോദ്യാനമോ ചെയ്യണമെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ.